ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ തിയറികൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ നോക്കിയേ. സബ്സെറ്റിൽ എന്തൊക്കെയാ വരുന്നത്? എത്ര നമ്പർ ഓഫ് സബ്സെറ്റ് ഉണ്ട് ഒരു സെറ്റിൽ? എനി സെറ്റ് ഹാസ് ഗോട്ട് ഹൗ മെനി സബ്സെറ്റ്സ്? 2n. അതായത് n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2n സബ്സെറ്റ്സ് ഉണ്ടാവും അല്ലേ? പിന്നെ എന്തൊക്കെ പഠിച്ചു? എല്ലാ സെറ്റിനും, അതായത് ഏത് സെറ്റ് എടുത്താലും അതിൽ കോമൺ ആയിട്ട് ഒരു സബ്സെറ്റ് ഉണ്ടാവും. അത് ഏതാണ്? നൾ സെറ്റ്. ഓക്കെ. പിന്നെ എന്ത് പഠിച്ചു? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് അല്ലെ? ഏത് സെറ്റ് എടുത്താലും ആ സെറ്റിന് തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ടൈപ്പ് സബ്സെറ്റ് എന്ന് പറയുന്നത്? ഇംപ്രോപ്പർ സബ്സെറ്റ് അല്ലെ? ഓർമ്മയില്ലേ? പ്രോപ്പർ സബ്സെറ്റ് ആൻഡ് ഇംപ്രോപ്പർ. അപ്പൊ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സബ്സെറ്റ്, അതായത് സെറ്റ് 1 2 3 എന്ന് എടുത്തു, ഇതൊരു സെറ്റാന്ന് വിചാരിക്കാം. അതിന്റെ സബ്സെറ്റ് ആണ് എന്ത്? അതായത് സെറ്റ് 1 2 3 എന്ന് പറയുന്നത് സെറ്റ് 1 2 3യുടെ തന്നെ സബ്സെറ്റ് അല്ലേ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യ? അതെ, എനി സബ്സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വരുന്നതിന് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്? ടോട്ടൽ 3 എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് എത്രയുണ്ട്? 2�3 സബ്സെറ്റ് ഉണ്ടാവും അല്ലെ? ഇവിടെ എലമെന്റ്സ് 3 അല്ലേ? 3 എലമെന്റ്സ് ആണുള്ളത്. ഇപ്പൊ 2�3 സബ്സെറ്റ് ഉണ്ടാവും. അപ്പൊ എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും? 2�3 -1 പ്രോപ്പർ സബ്സെറ്റും 1 ഇംപ്രോപ്പർ സബ്സെറ്റും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി അല്ലേ? വേറെ എന്തൊക്കെ പഠിച്ച സബ്സെറ്റില്? ഇത് മെയിൻ കാര്യങ്ങളൊക്കെയാണ് സബ്സെറ്റിൽ പഠിച്ചത്. പിന്നെ സബ്സെറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ ബിലോങ്സ് ടു എന്താണ്, സബ്സെറ്റ് എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് പഠിക്കുന്നു? ഇനി നമ്മൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഒരു ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, പിന്നെന്താണ് റിയൽ നമ്പർ, റാഷണൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ റിയൽ നമ്പർ? അന്നേരം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ റിയൽ നമ്പർ എന്ന് പറഞ്ഞാല്? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ലൈൻ ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ നമ്പർ ലൈനില്, അതായത് നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പോകുന്ന നമ്പർ ലൈൻ. ഓക്കെ, ഇത് 0 1 2 3 അല്ലെ? ഇവിടെ എന്ത് വരും? -1 -2 -3 ഇങ്ങനെ പോവല്ലേ? എവിടം വരെ? ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോവാണ്. അത് മൊത്തം നമുക്ക് ബോഡി കാണിക്കാൻ പറ്റില്ല, അങ്ങ് പോവാണ്. അതിനൊരു എൻഡ് ഇല്ല അല്ലെ? ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല, ഇങ്ങനെ പോവാണ്. നമുക്ക് നെഗറ്റീവ് എത്ര വലിയ നമ്പറുകളാണ്, അതായത് എത്ര ചെറിയ നമ്പർ വേണേലും ആക്കാം. -crore അതിന്റെ മുകളിൽ അല്ലെ? അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ. ഓക്കെ, പക്ഷെ ഇതില് നമ്മൾ എന്താണ്? ഇത് ഇങ്ങനെ മാഗ്നിഫൈ ചെയ്യാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഇടയ്ക്ക് 0ക്കും 1നും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? 0.1 അറിയാം, 0.2 അറിയാം, 0.3 അറിയാം അല്ലെ? പിന്നെ നമ്മൾ ആ 0.1, അതായത് ഇത് 0 ആണ്. ഇവിടെ ഇത് 0, ഇതിങ്ങനെ വലുതാക്കി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 0.1 0.2 0.3 എന്നില്ലേ? ഇത് 0.1 ഇങ്ങനെ കണ്ടു. ഇനിയും നമ്മൾ വലുതാക്കി. ഇപ്പൊ 0.001 0.000001 അല്ലെ? അത്രയും വലുതാക്കിയാൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് റിയൽ നമ്പറിൽ. ഓക്കെ, അപ്പൊ സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പറിന്റെ സെറ്റ് ആണ് സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഓക്കെ, അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. നോക്കിയേ, ഇപ്പം 1 മുതൽ 3 വരെ ഇത്രയും ഞാൻ എടുത്തു. ഇത്രയും നമ്പർ ആണ് അതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ? അതായത് ഇത്രയും ഉള്ള റിയൽ നമ്പർ, അതാണ് ഒരു സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് കാണുക, അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? അങ്ങനെയുള്ള സാധനമാണ് ഈ പഠിക്കാൻ പോകുന്നത്. അതായത് 1 മുതൽ 3 വരെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? സെറ്റ് ഓഫ് 1 2 3 അല്ലേ? ആണോ? അല്ല എന്ന് പറയാൻ കാരണം എന്താ? 1 2 3 മാത്രമാണോ റിയൽ നമ്പേഴ്സിൽ 1 മുതൽ 3 വരെ ഉള്ള നമ്പേഴ്സ് ഉള്ളത്? അല്ല. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്കുള്ള ഓരോ നമ്പറും എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ 1 ഉം 2 ഉം 3 എന്ന് പറഞ്ഞാൽ അതിൽ വെറും 3 എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളേ?
അല്ലാതെ എത്രയോ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് നമ്പേഴ്സ് അവിടെ ഉണ്ട് അല്ലെ. കോടിക്കണക്കിന് എന്ന് പറയാൻ കാരണം എന്താ, ഇത് 1-ന് 0.1 ഇടയ്ക്ക് 0.0001 0.0002 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ 0.000001 ഒക്കെ ഇടത്തില്ലേ. അപ്പൊ എത്ര നമ്പർ വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇതിൽ വെറും 3 എലമെന്റ് മാത്രമല്ലേ ഉള്ളൂ ഈ സെറ്റിലെ അല്ലെ, ഈ സബ്സെറ്റിലെ അല്ലെ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ സെറ്റാണ് റിയൽ നമ്പറിന്റെ ഒരു സെറ്റ്. റിയൽ നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്പർ ലൈനിൽ കാണിക്കാൻ പറ്റുന്ന ഏത് പോയിന്റ്, അതായത് ഒരു ലൈൻ വരച്ചു, നമ്പർ ലൈനിൽ ഞാൻ ഒരു പോയിന്റ് വരച്ചു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റ് ആണ് അല്ലെ. അങ്ങനെ ഇഷ്ടംപോലെ എലമെന്റ്സ് നമ്പർ ലൈനിലുണ്ട്. ആ നമ്പർ ലൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കാം. അതിലെ ഒരു സബ്സെറ്റ് ആണ് 1 മുതൽ 3 വരെയുള്ള റിയൽ നമ്പേഴ്സ്. 1 മുതൽ 3 വരെയുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഇല്ലേ. അപ്പൊ ഇത്രയും വലിയ സെറ്റിലെ ഒരു സെറ്റാണിത്, വേറൊരു സെറ്റാണിത് അല്ലെ, വേറൊരു സെറ്റാണിത്. ഓക്കെ, അപ്പൊ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നാണ് ഇനി കാണാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെൽ. ഓക്കെ, തെറ്റിപ്പോയി. ഇന്റർവെൽ, INTERVAL, ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെൽ. ഓക്കെ, നോക്കാം നമുക്ക്. അതായത് ഇപ്പൊ നമ്മൾ 1 മുതൽ 3 വരെയുള്ളത് കണ്ടു. ഓക്കെ, ഈ 1 to 3 അല്ലെ. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഇതിന് ഞാൻ ഒന്നിവിടെ കാണിക്കാൻ പോവാം. നമ്പർ ലൈൻ എടുത്തു, 0, 1, 2, 1-ന് വരെ 2 ഇട്ടു. എന്ത് ചെയ്യുന്നു? ഇത് മായ്ക്കുന്നു. 1, 2, 3, 4 ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 മുതൽ 3 വരെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ നോട്ട് ചെയ്തു. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ നമ്പേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, 1 മുതൽ 3 വരെ അതിനിടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, എങ്ങനെ ഡിനോട്ട് ചെയ്യാ? ഈ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യുന്നു? 1, 3 എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, ഈ 1 മുതൽ 3 വരെ ഉള്ളതിന് എനിക്ക് വേറെ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. എങ്ങനെ? 1, 3. ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 3. ഇതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. വല്ലോ മനസ്സിലായി? ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? രണ്ടും 1 to 3 ആണ്. പിന്നെ എന്തിനാ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? 1 മുതൽ 3 വരെയുള്ള എലമെന്റ്സിനെ എന്താണ് കാണിക്കാനാണ് ഈ രണ്ട് രീതിയും കാണിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത് രണ്ട് രീതി കാണിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ടോ? പറയാം നമുക്ക് അല്ലെ. എന്താണ് കാരണം? എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ ഓപ്പൺ ഇന്റർവെൽ 1 to 3 എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 to 3 ഒന്നും കൂടെ വലുതാക്കി വരയ്ക്കുന്നു. ഓക്കെ, ഇത് 1, 2, 3. ഓക്കെ, 1 to 3 ഈ 1 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 എന്നുള്ള പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ 1 എന്നുള്ള പോയിന്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് 1 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റ് മുതൽ 3ക്ക് തൊട്ട് മുമ്പത്തെ പോയിന്റ് വരെ കാണിക്കുന്നതാണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാല് 1 to 3 എന്നുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, അതിൽ 1ഉം 3ഉം എക്സ്ക്ലൂഡഡ് ആണ്. 1ഉം 3ഉം എന്നുള്ള നമ്പർ ഇല്ല. പക്ഷെ 1ന് തൊട്ട് കഴിഞ്ഞ് മുതൽ 3ക്ക് തൊട്ട് മുമ്പത്തെ നമ്പർ വരെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ കാണിക്കുന്നതാണ് ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന്റെ ടൈമിൽ എഴുതി വിചാരിക്കാം. എന്താണ്? 1 less than x less than 3. അപ്പൊ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരിക? എക്സിന്റെ വാല്യൂ 1 മുതൽ 3 വരെയാണ്. പക്ഷെ x is equal to 1 ആണോ? അല്ല. x is equal to 3 ആണോ? അല്ല. 3ഉം 1ഉം പറ്റൂല. അതിന് തൊട്ട് മുമ്പ് 3ക്ക് തൊട്ട് മുമ്പ് മുതൽ 1ന് തൊട്ട് ശേഷമുള്ള നമ്പർ അല്ലെ. 1.000001 അതിനേക്കാളും ചെറുതുണ്ട്. ഓക്കെ, അവിടെ മുതൽ എന്ത് ചെയ്യുന്നു? 2.99999 എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലെ. ആ നമ്പർ വരെ, അതായത് 3 ഇൻക്ലൂഡഡ് അല്ല. ഇതാണ്
ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാല് അതിൽ 1 ഇൻക്ലൂഡഡ് ആണ്, 3 ഇൻക്ലൂഡഡ് ആണ് അല്ലെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, ഇപ്പൊ നമ്പർ ലൈനിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു. ഓക്കെ, 1ൽ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ 1 എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഓപ്പൺ ഇന്റർവെൽ കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കണം. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ കാണിക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡാർക്ക് ആക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കാണിക്കുന്നു. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നോക്കിയേ, 1 ഇൻക്ലൂഡഡ് ആണ് പക്ഷെ 3 ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 1 ഇൻക്ലൂഡഡ് ആണ് പക്ഷെ 3 ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? 1 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് എന്താണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1 2 3. 3 ഇൻക്ലൂഡഡ് ആണോ? അല്ല. അപ്പൊ എന്താണ്, 3 ഓപ്പൺ ബ്രാക്കറ്റ്. ഇത് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് മീൻസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഈക്വൽ ടു 3 പറയാൻ പറ്റില്ല, കാരണം 3 ഇൻക്ലൂഡഡ് അല്ല, ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ്. കൺസെപ്റ്റ് കിട്ടിയോ? ഇനി നേരെ തിരിച്ചോ, 1 ഇൻക്ലൂഡഡ് അല്ല 3 ഇൻക്ലൂഡഡ് ആണെങ്കിലോ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1 ഇൻക്ലൂഡഡ് അല്ല 3 ഇൻക്ലൂഡഡ് ആണ് അല്ലെ. 1 ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ എന്താണ്, ഓപ്പൺ ഇന്റർവെൽ 1 ടു ക്ലോസ്ഡ് ഇന്റർവെൽ 3 വരെ അല്ലെ, 1 to 3. ഓക്കെ, ഇത് 3 ഇൻക്ലൂഡഡ് ആണ്, 1 ഇൻക്ലൂഡഡ് അല്ല. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇതാണ് എന്താണ് ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെലിന്റെ കൺസെപ്റ്റ്. പഠിക്കണം, ഇത് ആവശ്യമുള്ളതാണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഇത് ഉപയോഗം വരുന്നതാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ്, ഇനി നമ്മൾ കുറെ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ കുറെ കാര്യം പറഞ്ഞുതരാം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പർ, ഇൻഡിജർ, പിന്നെന്താണ് റിയൽ നമ്പർ. ഓക്കെ, പിന്നെന്താണ് റാഷണൽ നമ്പർ പഠിച്ചു അല്ലെ. റാഷണൽ നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് റിയൽ നമ്പർ ചെയ്താം. റാഷണൽ നമ്പർ പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ഇറാഷണൽ നമ്പർ പഠിച്ചു. റിയൽ നമ്പർ പഠിച്ചു. ഓക്കെ, ഇതെന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിച്ച് നമുക്ക് പറയാം 1 2 3 അല്ലെ, 1 2 3 4 എന്നൊക്കെ പറയുന്നതാണ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യും? 0യും കൂടി ആഡ് ചെയ്യും. 0 1 2 3 എന്ന് പറയുന്നതാണ് ഹോൾ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0യും ആഡ് ചെയ്യും. ഓക്കെ, ഇൻഡിജർ എന്ന് പറഞ്ഞാലോ മൈനസ് ഇൻഫിനിറ്റി മുതൽ എങ്ങനെയാണ്? -5 -4 -3 -2 -1 0 1 2 3 ഇങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ അല്ല പക്ഷെ എന്താണ് 1 2 3 1ന്റെ ഇടയ്ക്കുള്ള ഒന്നും 1.1 പറ്റൂല. 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാലോ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആയിട്ട് a/b എന്നുള്ള രീതിയിൽ എഴുതി, വേർ b നോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പൊ എന്താണ് 22/3 അല്ലെ, 42/9 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റിയ എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ഇപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാലോ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റൂല. എക്സാമ്പിൾ എന്താണ്? √2 √3 π എന്ന് പറഞ്ഞാൽ 22/7 എഴുതത്തില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7 നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. 22/7 അല്ല വാല്യൂ 3.14 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇപ്പൊ റിയൽ നമ്പർ എന്ന് പറഞ്ഞാലോ, റിയൽ നമ്പർ എന്ന് പറഞ്ഞാല് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്ന എനി നമ്പേഴ്സ്. ഓക്കെ, നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്ന എനി നമ്പേഴ്സ് എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ നാച്ചുറൽ നമ്പർ സെറ്റ് ഓഫ് ഹോൾ നമ്പർ എടുത്തു. ഓക്കെ, സെറ്റ് ഓഫ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ പോവാണ് അവിടെ വരെ ഇൻഫിനിറ്റി വരെ. അതിൽ 0 പ്ലസ് ബാക്കിയുള്ളത് എന്താണ്? ഈ 1 2 3 മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ നമ്പറിന്റെ ഒരു സബ്സെറ്റ് അല്ലേ? ഹോൾ നമ്പറിൽ ഇങ്ങനെ പോകുന്നു, അതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ നാച്ചുറൽ നമ്പർ? അപ്പൊ നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ എന്ന് എഴുതത്തില്ലേ?
പിന്നെ എന്താണ് ഇന്റിജർ എന്ന് പറയുന്നത് നോക്കിയേ. ഇന്റിജർ എന്ന് പറഞ്ഞാല് -5 -4 -3 -2 -1 0 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അതായത് 0 1 2 3 എന്ന് പറഞ്ഞ് പോസിറ്റീവ് ഇന്റീജേഴ്സ് അല്ലെ. 0 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിന് നമുക്ക് എന്താണ്, അതാണ് നമ്മുടെ ഹോൾ നമ്പേഴ്സ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇന്റിജർ നമുക്ക് ഇസഡ് കേട്ടോ, ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, ഇന്റിജറിന്റെ സബ്സെറ്റ് ആണ് അല്ലെ. ഇന്റിജേഴ്സ് എന്നുള്ള സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ഹോൾ നമ്പർ. ഓക്കെ, അപ്പൊ എന്താണ്, ഇന്റിജറിന്റെ സബ്സെറ്റ് ആണ് ഹോൾ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇന്റിജറിന്റെ സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് അവിടുന്ന് കിട്ടും അല്ലെ. അപ്പൊ നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ എന്താണ്, ഇന്റിജറിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് റാഷണൽ നമ്പേഴ്സ് നോക്കി. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എല്ലാ ഇന്റിജേഴ്സും നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് എഴുതാം. അപ്പൊ 3 എന്നുള്ളത് അല്ലെ, 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 27/9. 27/9 എന്ന് പറഞ്ഞാൽ 3 അല്ലെ. ഏത് ഹോൾ നമ്പർ എടുത്താലും ഏത് ഇന്റിജർ എടുത്താലും നമുക്ക് എന്താണ്, അത് ഒരു റാഷണൽ നമ്പർ എന്നുള്ള രീതിയിൽ എഴുതാം അല്ലെ, റേഷ്യോ ആയിട്ട് എഴുതാം. അപ്പൊ എന്താണ്, എല്ലാ ഇന്റിജേഴ്സും എന്തായിരിക്കും, എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെ റാഷണൽ. ഓക്കെ, റാഷണൽ RATIONL തന്നെ കൊടുക്കാം, കാരണം റിയൽ നമ്പർ 6 ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ്, എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പറിന്റെ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? ഇനിയോ ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇറാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് അല്ല റാഷണൽ നമ്പർ അല്ല. ഇറാഷണൽ നമ്പർ അല്ലാത്ത നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ എന്താണ്, എല്ലാ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്ന എല്ലാ നമ്പറും എന്താണ്, അതൊരു സെറ്റ് ആയിട്ട് എടുത്തു, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് റാഷണൽ നമ്പർ. അതേപോലെ തന്നെ എന്താണ്, റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്തും, ഇറാഷണൽ നമ്പേഴ്സും അല്ലെ. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, എവരി നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് whole number. Every whole number is a subset of integers. Every integers is a subset of rational numbers. And every rational and irrational numbers are subsets of real number. Clear? Okay. ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ് വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള പേര് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഓർമ്മ വരുന്നത്, യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ സ്കൂൾ ബാഗ് തന്നെ എടുക്കാം. ഓക്കെ, സ്കൂൾ ബാഗ് എന്ന് പറയുന്നത് എന്താണ്, സ്കൂൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് സ്കൂൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ സെറ്റ് എന്ന് പറയുന്നത്, അതായത് സ്കൂൾ ബാഗിൽ മൊത്തം കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്, നമ്മുടെ കാൽക്കുലേറ്റർ, ഇമ്പോർട്ടന്റ് സാധനങ്ങളൊക്കെ ആദ്യം പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ടിഫിൻ ബോക്സ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടിഫിൻ ബോക്സ് അല്ലെ, ടിഫിൻ ബോക്സ്, കാൽക്കുലേറ്റർ, ബുക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെന്ന്, പെൻസില്, ഓക്കെ, അംബ്രല്ല, പിന്നെന്തൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. എത്രയാണ് നമ്മൾ സ്കൂൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരൂല. അപ്പൊ മഴയില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ അംബ്രല്ല കൊണ്ടുപോകുന്നു. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്, സെറ്റ് ഓഫ് അംബ്രല്ല ഇല്ല, പെന്നും പെൻസിലും ബോക്സും ഒന്നും കൊണ്ടുപോകുന്നത്, നമ്മൾ ബുക്സും ടിഫിനും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ബുക്സ്, ടിഫിൻ. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങൾ ബുക്സും ടിഫിനും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് എ എന്നുള്ള സെറ്റ്, ബാഗിൽ കൊണ്ടുവരാൻ പറ്റിയ ബുക്സും ടിഫിനും. ഓക്കെ, എന്ന് പറഞ്ഞാല് 2 എലമെന്റ്സ്, ബുക്സ് ഉണ്ട്, ടിഫിൻ ഉണ്ട്. അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ബുക്സ് ഉണ്ട്, ടിഫിൻ ഉണ്ട്, പിന്നെന്താണ് പെന്നും പെൻസിലും കൂടെ കൊണ്ടുപോകുന്നു. കാരണം തിങ്കളാഴ്ച വഴക്ക് പറഞ്ഞു ടീച്ചർ, എന്താണ് നിങ്ങൾ പേനയും പെൻസിലും ഒന്നും കൊണ്ടുപോകുന്നില്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വഴക്ക് കേൾക്കും. അപ്പത്തേക്ക് എന്താണ്, അതിന്റെ ഒരു ചെറിയ ഹാങ് ഓവർ വരുമ്പോഴത്തേക്ക് എന്താണ്, പെന്നും പെൻസിലും അങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത ദിവസം വഴക്ക് കേട്ടു, അടുത്ത ദിവസം കാൽക്കുലേറ്ററും കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെയുള്ള സാധനം. അപ്പൊ ബുധനാഴ്ച എത്തിയപ്പോഴത്തേക്ക് സി എന്നുള്ള സെറ്റ് എന്ത് ചെയ്തു, അവിടെ നിങ്ങൾ ടിഫിൻ കൊണ്ടുവന്നു, പിന്നെ കാൽക്കുലേറ്റർ കൊണ്ടുവന്നു, പെന്ന് കൊണ്ടുവന്നു, പെൻസിൽ കൊണ്ടുവന്നു, ബുക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇതാണ് ബുധനാഴ്ചത്തെ സെറ്റ്. അതായത് എന്താണ്, ഒരു സെറ്റിന്റെ കുറെ സബ്സെറ്റ്സ് ആണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം എന്താണ്, എലിഫന്റ്,
വലിയ തേക്കും തടി, ടീക്ക്. പിന്നെ എന്താണ് ടി വി, ഫ്രിഡ്ജ്. അതായത് ബാഗിൽ ഇട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ പേരാണേ. ശരിയാണോ? ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? ആനേനെ നിങ്ങൾക്ക് ബാഗിൽ കയറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ബുക്ക് എന്താണ് ബാഗിൽ കൊണ്ടുവരുന്ന മൊത്തം ലിസ്റ്റ്, മൊത്തം എലമെന്റ്സിന്റെ ലിസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാലാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ നമ്മുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കണം? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ പുറത്തുള്ള സാധനങ്ങൾ, ആന, തേക്കും തടി, ടി വി, ഇതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, ബാഗിൽ കൊണ്ടുവരാൻ പറ്റിയ സാധനങ്ങളല്ല അല്ലെ? അപ്പൊ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ കൺസെപ്റ്റ് കിട്ടിയല്ലോ. എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്? ഇനി പറഞ്ഞേ. അതായത് സെയിം പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെ, സെയിം പ്രോപ്പർട്ടീസ് ഉള്ള ഓൾ എലമെന്റ്സിന്റെ ടോട്ടൽ കളക്ഷൻ ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. സെയിം പ്രോപ്പർട്ടീസ്. ഇവിടെ എന്ത് പ്രോപ്പർട്ടി ഉള്ളേ? ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, നിങ്ങൾ ബാഗിലുള്ള കൊണ്ടുപോകാൻ പറ്റുന്ന സാധാരണ സാധനങ്ങളുടെ, അതായത് അല്ലെ എലമെന്റ്സ്, അതിന്റെ എന്താണ് ടോട്ടൽ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്തു 1 2 3. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് 1 2 3 4 ഇങ്ങനെയൊക്കെയുള്ള എന്താണ് സെറ്റ് എടുത്തു. അവിടെ നമ്മുടെ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ 1 2 1 2 3 4 എന്നൊക്കെയുള്ളതല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അതേ സ്ഥലത്ത് നിങ്ങൾ എന്താണ് 0.1 0.2 -0.25 എന്നൊക്കെ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും അവിടെ? ഹോൾ റിയൽ നമ്പർ അല്ലെ. റിയൽ നമ്പറിൽ ഓരോ പോയിന്റ്സ് അല്ലേ ഇതൊക്കെ. ഓക്കെ, അപ്പൊ റിയൽ നമ്പർ ആയിരിക്കും അവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. അതിന്റെ സബ്സെറ്റ്സ് ആയിരിക്കും ബാക്കി പറയുന്നതല്ല. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, നമ്മൾ എന്തെങ്കിലും ഒരു കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബാഗിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺസിഡർ ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെ, ബാഗിൽ കൊണ്ടുവരാൻ പറ്റിയ സാധനങ്ങൾ, ആ പ്രോപ്പർട്ടി ഉള്ള ടോട്ടൽ എലമെന്റ്സിന്റെ കളക്ഷനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് യൂണിവേഴ്സൽ സെറ്റിന്റെ കൺസെപ്റ്റ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ യു എന്നാണ്. ക്യാപിറ്റൽ യു, യൂണിവേഴ്സൽ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ബാഗിൽ ഒന്നും കൊണ്ടുവന്നില്ല, അതൊരു നൾ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗിൽ ഈ കൊണ്ടുവരാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, ആ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ആണ്. അത് നമ്മൾ എല്ലാം തന്നെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് നമ്മുടെ സെറ്റ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അങ്ങനെ വന്നാല് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയ? യൂണിവേഴ്സൽ സെറ്റിന്റെ കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ വെൻ ഡയഗ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസിക് പറയാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതിന്റെ എല്ലാ പ്രോബ്ലം, മിക്ക ഒരു 90% പ്രോബ്ലംസ് നമുക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പഠിച്ച സെറ്റ് ഉണ്ടല്ലോ, ഈ സെറ്റിന്റെ ഒക്കെ നമ്മൾ ലോജിക് വൈസ് പ്ലോട്ട് ചെയ്യുകയാണ്. അതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങളൊക്കെ ലോജിക് വൈസ് പ്ലോട്ട് ചെയ്യുകയാണ്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു ക്ലാസ്സില് എന്താണ് ടോട്ടൽ എത്രയുണ്ട്? 20 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ആ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ആ 20 സ്റ്റുഡൻസിൽ എത്രയാണ്? 18 വേണ്ട, നമുക്കൊരു 10 സ്റ്റുഡൻസ്. 10 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? ഗെയിംസ് കളിക്കുന്നവരുണ്ട്. 10 സ്റ്റുഡൻസ് ആണ് ഗെയിംസ് കളിക്കുന്നത്. ഓക്കെ, ബാക്കി 10 സ്റ്റുഡൻസിന് ഗെയിംസിനോട് താല്പര്യമില്ല, അവർ വല്ല ആർട്സ്, പാട്ട് പാടുന്നവരായിക്കോട്ടെ. അപ്പൊ 20ൽ 10 പേരെന്താണ്? ഗെയിംസ് കളിക്കുന്നവരാണ്. ഓക്കെ, ഈ ഗെയിംസ് കളിക്കുന്നവരില് 7 സ്റ്റുഡൻസ്, അതായത് 10 സ്റ്റുഡൻസ് ഗെയിംസ് കളിക്കും. അപ്പൊ 7 സ്റ്റുഡൻസ് എന്താണ്? ഫുട്ബോൾ കളിക്കും. 7 സ്റ്റുഡൻസ് ഫുട്ബോൾ കളിക്കും. എത്രയാണ്? ഒരു 6 സ്റ്റുഡൻസ്, ബാക്കി 3 ഉള്ളതെന്ന് ചോദിക്കരുത് കേട്ടോ. 6 സ്റ്റുഡൻസ് എന്താണ്? ക്രിക്കറ്റ് കളിക്കും.
ഓക്കെ, 7 സ്റ്റുഡൻസ് ഫുട്ബോൾ കളിക്കും, 6 സ്റ്റുഡൻസ് ക്രിക്കറ്റ് കളിക്കും. അപ്പൊ എന്താണ്, കുറച്ച് പിള്ളേർ എന്താണ്, കുറച്ച് സ്റ്റുഡൻസ് രണ്ടും കളിക്കുന്നവരുണ്ട് അല്ലെ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ്, ഒന്ന് മാത്രമേ കളിക്കുന്നെങ്കിൽ ടോട്ടൽ 13 ആയേനെ. ചില സ്റ്റുഡൻസ് എന്താണ്, രണ്ടും കളിക്കുന്നവരുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണേ. ശ്രദ്ധിക്കുക കേട്ടോ, എങ്ങനെയാ പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതിൽ സർക്കിൾ എടുക്കും, സർക്കിൾ 1 തന്നെ, ഇത് വന്നേ. ഓക്കെ, 2. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണ്ട, ഇതിൽ നമുക്ക് ഒരു ഇതും കൂടെ വന്നു പോയി. ഓക്കെ, ഒന്നും കൂടെ സർക്കിള് ഞാൻ വരയ്ക്കാം. നീല സർക്കിൾ ആയിക്കോട്ടെ. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നമ്മുടെ കളറുകളൊക്കെ എടുക്കാം. ഓക്കെ, ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ്? ടോട്ടൽ 20 സ്റ്റുഡൻസ് ആണ്. ഇതാണ് 20 എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ 20 സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ക്ലിയർ ആയാ? നമ്മൾ സ്റ്റുഡൻസിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആണ് ഇവിടുത്തെ 20. അതായത് ഈ എന്താണ്, റെക്ടാംഗിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ടോട്ടൽ 20 ഉണ്ട്. ഓക്കെ, അതിലെന്താണ്, അതില് ഈ ആദ്യത്തെ വട്ടം. ഓക്കെ, ആദ്യത്തെ വട്ടമാണ് എന്താണ്, ഫുട്ബോളിന്റെ വട്ടം. രണ്ടാമത്തതാണ് ക്രിക്കറ്റിന്റെ വട്ടം. ഓക്കെ, ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന എത്ര പേരുണ്ട്? ഫുട്ബോൾ കളിക്കുന്നത് 7 പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫുട്ബോൾ കളിക്കുന്ന ഇത്രയും ഷെയ്ഡ് ചെയ്തതാണ് എത്ര പേര്? 7 പേര്. ഓക്കെ, നമുക്ക് വേറെ കളർ എടുത്ത് കാണിക്കാം. ഇതാണ് ഇവിടെ എന്ത്, 7 പേര് അല്ലെ, ഫുട്ബോൾ കളിക്കുന്നവരെ ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ക്രിക്കറ്റ് കളിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്നവർ മഞ്ഞയിലിരിക്കട്ടെ. ക്രിക്കറ്റ് കളിക്കുന്ന എത്ര പേരുണ്ടോ? അതാ മാഞ്ഞു. ക്രിക്കറ്റ് കളിക്കുന്നവര് 6 പേര്. 6 പേര് ക്രിക്കറ്റ് കളിക്കും. ഓക്കെ, അപ്പൊ രണ്ടും കളിക്കുന്നവര് എത്ര പേരുണ്ടാവും നോക്കിയേ? രണ്ടും കളിക്കുന്നവര് അതിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എന്താണ്, 7 പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, 6 പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, 7 പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ്, ക്രിക്കറ്റ് കളിക്കുന്നത് മഞ്ഞ അല്ല, യെല്ലോ ഷെയ്ഡ് കൊണ്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, കുറച്ച് പേര് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഫുട്ബോൾ മാത്രം കളിക്കുന്നുണ്ട്, കുറച്ച് പേര് ക്രിക്കറ്റ് മാത്രം കളിക്കുന്നുണ്ട് അല്ലെ. ഇത്രയും കൺസെപ്റ്റ് ഇവിടെ കിട്ടി അല്ലെ. കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര പേര് എന്ത് ചെയ്യുന്നു? ടോട്ടൽ 10 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ എല്ലാം കൂടെ കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതില് നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഫുട്ബോളിന് നമ്മൾ സാധാരണ AB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സപ്പോസ് ഫുട്ബോളിന് ഞാൻ A എന്നിട്ടു. ഓക്കെ, ക്രിക്കറ്റിന് B എന്നിട്ടു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് പേര് വേണേലും വിളിക്കാലോ. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ A യൂണിയൻ B. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്, A അല്ലെങ്കിൽ B. Aയോ Bയോ, മനസ്സിലായോ? എയും ഓക്കെ, ബിയും ഓക്കെ. A ആണെങ്കിലും B ആണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മൊത്തം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. ഓക്കെ, മൊത്തം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് A യൂണിയൻ B. അതായത് ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് 10 സ്റ്റുഡൻസ് അല്ലേ മൊത്തം കളിക്കുന്നത്. അപ്പൊ ഇവിടെയുണ്ട് അവിടെയുണ്ട്, രണ്ടും കൂടെ ടോട്ടൽ കളിക്കുന്നവർ എത്രയായിരിക്കും? ഇവിടെ 10 സ്റ്റുഡൻസ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൊത്തം ഷെയ്ഡ് ചെയ്താൽ അതെന്തായിരിക്കും? അത് A യൂണിയൻ B ആയിരിക്കും. ഓക്കെ, അതിന് ഇങ്ങനെ A യൂണിയൻ B. A യൂണിവേഴ്സൽ സെറ്റ് അല്ല കേട്ടോ, യൂണിയൻ Aയോ Bയോ. അതായത് Aയും ഓക്കെ Bയും ഓക്കെ, അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി, കളിച്ചാൽ മതി, ഗെയിംസിൽ എന്താണ് ഉണ്ടായാൽ മതി. ക്ലിയർ? രണ്ടാമത്തത് A ഇന്റർസെക്ഷൻ B. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
രണ്ടിലും വേണം. അതായത് ക്രിക്കറ്റ് മാത്രം കളിച്ചാൽ പോരാ, ഫുട്ബോളും മാത്രം കളിച്ചാൽ പോരാ. എന്താണ്, ക്രിക്കറ്റും ഫുട്ബോളും കളിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്റ്റുഡൻസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇതാ ഈ ഒരു ഭാഗത്തല്ലേ ഇത് രണ്ടും കൂടെ ഉള്ളത്. അതായത് മഞ്ഞ ഷെയ്ഡും ഈ എന്താ ഈ കളർ നിങ്ങൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, ആ ഷെയ്ഡും കൂടെ ഉള്ളത് അല്ലേ? അങ്ങനെയുള്ള രണ്ടും കൂടെ ഉള്ള സ്റ്റുഡൻസ് എവിടെ ഉണ്ടാവും? ഈ ഭാഗത്തുണ്ടാവും. അതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ 10 ആണ്. ഓക്കെ, ടോട്ടൽ 10 ആണ്. അപ്പൊ 7ഉം 6ഉം കൂടെ ചേർത്ത് എത്രയായിരിക്കും? 13 വരും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ശരിക്കും 3 ആയിരിക്കും. 3 സ്റ്റുഡൻസ് ആയിരിക്കും രണ്ടും ഉള്ളത്. ഓക്കെ, 3 സ്റ്റുഡൻസ് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 7 + 6 13 - 3 അതിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇന്റർസെക്ഷൻ ബി ഇവിടെ 33 ആയിരിക്കും. ഓക്കെ, രണ്ടും കൂടെ കളിക്കുന്നവര് 13 ആയിരിക്കും. 3 ആയിരിക്കും. അതിലേക്ക് എത്താട്ടോ. ഇതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, എന്ത് മനസ്സിലായി ഇവിടെ? യൂണിയൻ എന്താ, ഇന്റർസെക്ഷൻ എന്താന്ന് മനസ്സിലായി. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു എ എന്നുള്ള സെറ്റ് ഉണ്ട്, ഒരു ബി എന്നുള്ള സെറ്റ് ഉണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ വരുന്നതാണ് എ യൂണിയൻ ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയാ നമ്മൾ പ്ലോട്ട് ചെയ്യുക? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ് എയിലും ബിയിലും ഒരേപോലെ ഉണ്ടാവണം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള പ്ലോട്ട്. ക്ലിയർ ആയോ? അപ്പൊ എ യൂണിയൻ ബി കിട്ടി, എ ഇന്റർസെക്ഷൻ ബി കിട്ടി. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ലോജിക് വൈസ് എന്താണ്, ഒരു സർക്കിൾ വെച്ചിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പൊ നമ്മൾ ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുക്കുക. എന്താണ്, 20 സ്റ്റുഡൻസ് ഉണ്ട്. 20 സ്റ്റുഡൻസില് അല്ലെ 20 സ്റ്റുഡൻസ്, അതിൽ 10 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗെയിംസ് കളിക്കുന്നത്. ബാക്കി എന്താണ്? ബാക്കി ഒരു 8 സ്റ്റുഡൻസ് എന്താണ്, അവര് ഗെയിംസ് കളിക്കുന്നില്ല, ആർട്സിലുള്ളവരാണ്. ഗെയിംസ് ഇല്ല, ഇവര് ഗെയിംസ് മാത്രമേ കളിക്കുന്നുള്ളൂ, ആർട്സിൽ പോകുന്നില്ല. ഇവരോ ഈ 8 സ്റ്റുഡൻസ് ആർട്സ് മാത്രമേ ഉള്ളൂ, ഗെയിംസിൽ പോകുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇത് ഗെയിംസ് മാത്രം കളിക്കുന്നവര്. ഓക്കെ, ആർട്സ് മാത്രം ചെയ്യുന്നവര്. ഓക്കെ, ഈ ഗെയിംസ് കളിക്കുന്നവർ ആരും ആർട്സ് ചെയ്യുന്നില്ല. ഈ ആർട്സ് പോകുന്ന ആരും എന്ത് ചെയ്യുന്നില്ല? ഗെയിംസ് കളിക്കുന്നില്ല. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പൊ രണ്ടുപേരും വരും മടിയന്മാരാണ്. നിങ്ങളെ പോലെ അല്ല. ഓക്കെ, സോ എന്താണ്, ടോട്ടൽ 20 ആണ് അവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. അതിൽ 10 സ്റ്റുഡൻസ് ഗെയിംസ് മാത്രം കളിക്കും, 8 സ്റ്റുഡൻസ് എന്താണ്, ആർട്സ് മാത്രം ചെയ്യും. അവിടെ ശ്രദ്ധിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, കുറച്ച് സ്റ്റുഡൻസ് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഓവർലാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സെറ്റ് ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പേര് പറയാം? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? ഓക്കെ, ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് വെൻ ഡയഗ്രത്തിൽ? ജസ്റ്റ് എന്താ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇതും രണ്ടും കൂടി അല്ല, രണ്ടും കൂടി ഉള്ളത് എന്താണ്? ഇന്റർസെക്ഷൻ അല്ലെ? ഇതും വേണം, ഇതും വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എലമെന്റ്, ഇവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും നിർബന്ധമായിട്ടും വേണം അല്ലെ? ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടും ചെയ്യുന്നവരുടെ സെറ്റ്, അതാണ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ക്ലിയർ ആയില്ലേ? ഇത് ഇന്റർസെക്ഷൻ ബി, ഇത് എ യൂണിയൻ ബി. പിന്നെ എന്ത് പഠിച്ചു? പിന്നെ ഡിസ്ജോയിന്റ് സെറ്റ് എന്താന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ഡീറ്റെയിൽ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. വെൻ ഡയഗ്രത്തിൽ തന്നെയാണേലും നമുക്ക് എന്താണ് കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, വെൻ ഡയഗ്രത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ see you at next class. Thank you. Bye bye.